നമസ്കാരം. നമസ്തേ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു സതീശൻ. പക്ഷേ സതീശനെതിരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് വന്ദേമാതരം എന്താ പറയുക, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായിട്ട് ഉച്ചരിച്ചു എന്നുള്ള സംഭവം വരുന്നുണ്ട്. അത് കൊണ്ടുവന്നത് മറ്റാരുമല്ല, പിണറായിയുടെ മരുമകനായ റിയാസാണ്. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നായിരുന്നു. വളരെ സദസ്സിൽ നിന്ന് മൊത്തം വലിയ തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സതീശനെ അനുകൂലിച്ചുകൊണ്ട്. പക്ഷേ സതീശൻ മുഴുവൻ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, ആ മുഴുവൻ പേരിൽ മേനോൻ എന്നുള്ള സാധനം വന്നതുകൊണ്ട് സതീശൻ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ജാതീയത കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ എന്നുള്ള നിലയ്ക്ക് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞപ്പം ബിഷപ്പുമാരുടെ അവർ പറഞ്ഞ ആൾക്കാരെ മന്ത്രിസഭയിലോട്ട് ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര മുൻഗണന കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ബിഷപ്പുമാരെ നേരിട്ട് പോയി കണ്ടായിരുന്നു സതീശൻ. അപ്പം ഇതും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സതീശനിടയാക്കുന്നത്. അപ്പം ഇതൊക്കെ എല്ലാം നോക്കുമ്പോൾ സതീശനെതിലൊരു ഗൂഢാലോചനയാണോ ഇത് യഥാർത്ഥത്തിൽ? അത് സ്വന്തം മുന്നണിയിൽ നിന്നാണോ അതോ ഇടതുപക്ഷ പാളയത്തിൽ നിന്നാണോ? എങ്ങനെയാണ് ഈ സാധനം വീക്ഷിക്കുന്നത്? ഇപ്പോ ഫവസ് പറഞ്ഞത് ശരിയാണ്. ഈ ദർ ഈസ് എ മെത്തേഡ് ഇൻ മാഡ്നസ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് സതീശനെതിരെ ഉയരുന്നത്. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ മിനിറ്റിൽ തന്നെ ആ വിമർശനങ്ങൾ തുടങ്ങുകയാണ്. അതായത് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടി അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു വിമർശനത്തിന് ഉള്ള ഒരു വസ്തുവല്ല. കാരണം കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിലെല്ലാം തന്നെ വന്ദേമാതരം പാടുമായിരുന്നു. ഞാൻ ഈ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ പല കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, ക്യാമ്പിന്റെ ഒക്കെ ഉദ്ഘാടന സമ്മേളനം. അപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഉദ്ഘാടന സമ്മേളനങ്ങൾ തുടങ്ങുന്നത് വന്ദേമാതരം പാടിക്കൊണ്ടും അവസാനിപ്പിക്കുന്നത് ജനഗണമന പാടിക്കൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ പല മുദ്രാവാക്യങ്ങളും കോൺഗ്രസിന്റെ പല സിംബലുകളും കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് വേണ്ടെന്ന് വെക്കുകയോ കോൺഗ്രസിന് അതിൽ ഭയം ജനിക്കുകയോ ചെയ്തിട്ട് അതൊക്കെ RSS BJP സ്വന്തമാക്കി. BJPയുടെ ആണെന്ന് വന്ദേമാതരം. നിങ്ങൾ വന്ദേമാതരം ഒരാൾ പറയുന്ന കേട്ട ഭാരത് മാതാ കി ജയ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ, ഇത് സ്വാതന്ത്ര്യ സമര കാലത്തിലെ കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ. അത് BJP അപ്രോപ്രിയേറ്റ് ചെയ്തു. ആ അപ്രോപ്രിയേറ്റ് ചെയ്തത് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചപ്പോഴുമാണ്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കാൻ പറ്റാതിരുന്നത് എൻ്റെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഇടതുപക്ഷവൽക്കരണത്തിലൂടെയാണ്. അത് അവിടെ നിൽക്കട്ടെ. അത് ഒരു ഭാഗത്ത് പറയുമ്പോൾ, അതുകൂടാതെ സതീശന്റെ ജാതി, അതിനുശേഷം പിന്നീട് വരുന്ന പ്രതിസന്ധിയാണ് സതീശൻ ബിഷപ്പുമാരെ കണ്ടു എന്നുള്ളത്. ഇക്കാര്യത്തിൽ സതീശന് ഒരല്പം തെറ്റുപറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം താൻ മത മേധാവികളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ സതീശൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ആ ഉറപ്പാണ് അദ്ദേഹത്തിന് ഇപ്പം നിലമ്പൂരിൽ അൻവറിനെ മത്സരിപ്പിക്കണോ, അൻവറിന്റെ പിന്തുണ വേണം എന്നൊക്കെ പറയുമ്പോൾ അൻവറിന്റെ പിന്തുണ ആവശ്യമില്ല എന്നൊരു നിലപാട് ധൈര്യമായിട്ട് ഇലക്ഷൻ സമയത്ത് എടുത്ത സതീശന് ഈ വിഷയത്തിൽ അത് എടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ ഞാൻ വിലയിരുത്തും. അത് കാമ്പുള്ള ഒരു വിമർശനമാണ്. പക്ഷെ ഈ 3 വിമർശനങ്ങളെക്കാൾ വലിയ പ്രതിസന്ധി സതീശൻ നേരിടാൻ പോകുന്നത് ഫിഷറീസ് വകുപ്പ് ആർക്ക് കൊടുക്കണം, ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായാംഗത്തിന് കൊടുക്കണം എന്ന ലാറ്റിൻ കാത്തലിക് സഭയുടെ സമ്മർദ്ദത്തിന് സതീശൻ വഴങ്ങുമോ എന്നുള്ളതാണ്. ഇതിൽ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലെ എല്ലാ വർഗീയ പ്രശ്നങ്ങളും കഴിഞ്ഞ ഒരു 30-40 കൊല്ലമായിട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒക്കെ തുടക്കം കടൽ തീരത്തു നിന്നാണ്. അത് പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം കോൺഗ്രസിന്റെ ഭരണകാലത്താണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വലിയ കലാപങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇതിനൊരു കാരണമുണ്ട്. വെറും വിശ്വാസത്തിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക ഘടകമുണ്ടെങ്കിലും അത് അത്ര എളുപ്പമല്ല. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം സമ്പത്താണ്. ഈ സമ്പത്തിൻ്റെ ഒരു വിഷയമാണ് ഈ ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ കടൽ തീരത്തെ സമ്പദ് വ്യവസ്ഥ
കേരളത്തിന്റെ കടൽ തീരം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ആര് നിയന്ത്രിക്കണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ ആരും പിന്നോട്ട് പോകുന്ന അത്ര എളുപ്പമല്ല. ഇത് സതീശന് നേരിടാൻ പോകുന്ന ആദ്യ യഥാർത്ഥ വെല്ലുവിളിയായിരിക്കും. ബാക്കി വിഷയങ്ങളൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് ഞാൻ തള്ളിക്കളയും. പക്ഷേ മൂന്നാമത്തെ വിഷയം അത് അവിടെ നിൽക്കും. അത് അങ്ങനെ പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിലെടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പം ഈ അവസാനം പറഞ്ഞ വിഷയം ഞാൻ ആദ്യം ചർച്ച ചെയ്യുക. അതായത് അതാണ് ഏറ്റവും പ്രധാനം. ഈ ഫിഷറീസ് വകുപ്പ്. ഫിഷറീസ് വകുപ്പ് 4 MLA-മാരുള്ള 4 സമുദായ അംഗങ്ങൾ MLA-മാരുണ്ട് തങ്ങൾക്ക്, അതുകൊണ്ട് തങ്ങൾക്ക് വേണം എന്ന ഒരു വാശി ലത്തീൻ കത്തോലിക്ക സഭ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിൽ ഏറ്റവും സ്ട്രൈഡൻ്റ് ആയിട്ടുള്ള ശബ്ദമുള്ള, അതായത് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദിക്കുകയും വേണ്ടി വന്നാൽ തെരുവിലേക്ക് ഇറങ്ങി ഒരു കലാപം നടത്താനും ശേഷിയുള്ള ഒരു സഭയാണ് ലാറ്റിൻ കാത്തലിക് സഭ. അവരത് പലപ്പോഴും ചെയ്തിട്ടുമുണ്ട്. വലിയ കലാപങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ തീരത്തു നിന്നാണ് കേരളത്തിൻ്റെ വർഗീയ കലാപങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ നോക്കിയാൽ മാറാട് കലാപവും തീരത്ത് തന്നെയാണ് തുടങ്ങുന്നത്. അത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. ആദ്യ മാറാട് കലാപത്തിൽ കോൺഗ്രസ് ആയിരുന്നു. എനിക്ക് അത്ര അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും രണ്ടാമത്തേത് 8 പേര് കൊല്ലപ്പെട്ട കലാപം AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതൊരു ഭാഗത്ത്. ഒരു 2004-05-04 തോന്നുന്നു, ആലപ്പുഴ ജില്ലയിലെ തൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തേത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ തമ്മിലായിരുന്നു. തൈക്കൽ ചേർത്തലയ്ക്ക് അടുത്ത് കടക്കരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ പഞ്ചായത്തിൽ തൈക്കൽ എന്ന കടൽപ്പുറത്താണ് ഞാൻ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4-5 പേരും അവിടെ മരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇത് തൈക്കൽ കലാപം, ഇതും ഇതിനും ഒരു ഘടന, അതൊരു സാമ്പത്തിക വശമുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് തൊട്ടേ പല കലാപങ്ങളുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ തീരത്ത് നടന്ന 1-2 കലാപങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത്സ്യത്തൊഴിലാളികൾ തമ്മിലാണ്. അത് വിഴിഞ്ഞം ഭാഗത്താണ് അങ്ങനെയുള്ള കലാപങ്ങൾ നടന്നിട്ടുള്ളത്. വിഴിഞ്ഞം, പൂവാറ്, ഇതൊക്കെ സംഘർഷ മേഖലകളാണ്. വിഴിഞ്ഞം തൊട്ട് ഭീമ, അതിനു മുമ്പ് പൂന്തുറ ഹിന്ദു മുസ്ലിം സംഘർഷമാണ്. അപ്പോൾ കേരളത്തിന്റെ തെക്ക് തൊട്ട് വടക്ക് വരെ, അതുപോലെ ഈ കൊല്ലം ജില്ലയിലെ നീണ്ടകര, ശക്തികുളങ്ങര, നീണ്ടകര ഭാഗത്ത് അവിടെയും വലിയ സംഘർഷമുണ്ട്. അതിന് പിന്നെ ഒരു ചെറിയ മാറ്റമുണ്ട്, ബോട്ട് തൊഴിലാളികളും വള്ളക്കാരും തമ്മിലുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവിടെയും മതമുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് അവിടെ സാമ്പത്തിക വിഷയവുമുണ്ട്. ഇതിൽ ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്നും അവർ ദശാംശം പിരിക്കുന്നു. 10% കിട്ടുമോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്നിരുന്നാലും അവർ ഈ കടപ്പുറത്ത് വരുന്ന ക്യാച്ച്, മത്സ്യത്തൊഴിലാളികൾ മത്സ്യവുമായിട്ട് തീരത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നിശ്ചിത ശതമാനം പള്ളിക്ക് അവർ കൊടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇതൊന്നും ആരും പറയുകയും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കേരളം ചർച്ച ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിൻ്റെ തീരം മുഴുവൻ സ്ഫോടനാത്മകമാണ്. കാരണം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല. ചർച്ച ചെയ്യാതെ തെറ്റാണെന്ന് പറയാതെ ഒരിക്കലും തിരുത്തപ്പെടത്തുമില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട് കേരളത്തിലെ പല തീരപ്രദേശങ്ങളിലും. ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കാം. ഓരോ പ്രത്യേക മതക്കാരാണ് മത്സ്യം പിടിക്കാൻ അനുവാദം. അതായത് ആ പ്രദേശത്തെ ഭൂരിപക്ഷമുള്ള മതവിഭാഗത്തിനല്ലാതെ അവിടെ പോയി വള്ളം ഇറക്കാൻ പറ്റില്ല. ഇപ്പോൾ ലത്തീൻകാർക്ക് ഭൂരിപക്ഷമാണ് തിരുവനന്തപുരത്തിൻ്റെ തീരമേഖല. അവിടെ ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മീൻ പിടിക്കുന്നത് വളരെ അപൂർവമാണ്. അവർ കൂടുതലും ചിപ്പി, അതായത് കക്ക വാരിയൊക്കെയാണ് ജീവിക്കുന്നത്. അവർക്ക് അവിടെ പോകാൻ പറ്റില്ല. തിരിച്ച് കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളെത്തി ആലപ്പുഴ ജില്ലയിലോട്ടൊക്കെ കിടക്കുമ്പോൾ അത് ഹിന്ദു അരയ വിഭാഗമാണ്. വടക്കൻ കേരളത്തിൽ പലയിടത്തും മുസ്ലിം മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഇത് അങ്ങനെ നിയമമൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും അല്ലാത്തവർ ഇറങ്ങിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, വലിയ വലിയ സംഘർഷങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഒരു സഭ, ഒരു സമ്പദ്ഘടനയുടെ ചുമതലയുള്ള മന്ത്രി തങ്ങളുടേതാകണം എന്ന് പറയുന്നത്. അതത്ര നിസ്സാര ആവശ്യമല്ല. ആ ആവശ്യത്തിൻ്റെ പിന്നിൽ വെറും
സാമുദായിക പ്രാതിനിധ്യമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതിനെ സതീശൻ എങ്ങനെ നേരിടും? വളരെ പിന്നെ എന്താണ് വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം അതിനൊരു കൃത്യമായ മറുപടി കണ്ടെത്തും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് സമയം തീർന്നു പോയിരിക്കുന്നു. പക്ഷേ എങ്കിലും ബാക്കി 3 വിഷയങ്ങളൂടെ സ്പർശിച്ചിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഇനി അടുത്ത വിഷയം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വന്ദേമാതരം. വന്ദേമാതരം കോൺഗ്രസിന്റെ ഗാനമാണ്, കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പാടിയിരുന്ന ഗാനമാണ്. ആ ഗാനം പാടുന്നതിൽ കോൺഗ്രസിന് പിന്നെ പല പല സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി. പല പല പിന്നെ കാര്യങ്ങളിൽ കോൺഗ്രസ് അത് ഉപേക്ഷിച്ചു. ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം പോലും കോൺഗ്രസ് ഉപയോഗിച്ചു. നമ്മൾ ഒരു സാധനം നമ്മുടേതല്ലാത്ത നമുക്ക് വേണ്ടെന്ന് തോന്നി ഉപേക്ഷിച്ചാൽ അത് മറ്റൊരാൾ കൈക്കലാക്കും. അത് അവിടുത്തെ പ്രശ്നം അവിടെ തുടങ്ങി. സതീശൻ അക്കാര്യത്തിൽ ഒട്ടും അപ്പോളജറ്റിക് ആവേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബംഗാളിൽ എന്തുകൊണ്ട് അത് പാടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാടായ ബംഗാളിൽ അത് പാടിയില്ല എന്ന് പറയുന്നു. പക്ഷെ അതുകൊണ്ട് ബംഗാൾ സർക്കാർ പിന്നെ ഈ CPM ഒക്കെ പറയുന്ന രീതിയിൽ ആണോ? ബംഗാളിലെ പിന്നെ ഒരു എന്താണ് ശുഭേന്ദു അധികാരി സർക്കാർ ആദ്യം തന്നെ എടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ BJPയുടെ കോർ നയങ്ങൾക്ക് അനുകൂലിച്ചുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ വന്ദേമാതരം പാടിയില്ല എന്നതുകൊണ്ട് ഒരാള് പെട്ടെന്ന് പുരോഗമനവാദിയാകും? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ശുഭേന്ദു അധികാരിയെ നിങ്ങൾ അത് ചെയ്തില്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ മിണ്ടണ്ട എന്ന് പറയുന്നു. അത് വേറൊരു വിഷയം. ഇനി മൂന്നാമത്തെ ഞാനൊരു ചോദ്യം എനിക്കിതിൽ ചോദിക്കാനുള്ളത്, ഈ വിഷയത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ബിഷപ്പുമാരുടെ അടുത്ത് പോയത് തീർച്ചയായിട്ടും സതീശന്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമാണ്. അദ്ദേഹം അവിടെ അടവ് നയം പ്രയോഗിച്ചു എന്ന് തന്നെ. പക്ഷെ സതീശൻ ആദ്യമായിട്ടല്ല ബിഷപ്പുമാരെ കാണുന്നത്. അത് സതീശന് ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് ഇത് പറയാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം എറണാകുളത്ത് പിന്നെ ഈ 2025-ലാണെന്ന് തോന്നുന്നു, എറണാകുളത്ത് അദ്ദേഹം പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ബിഷപ്പുമാരെ അവോയ്ഡ് ചെയ്യുന്ന ആളല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ ഒരു കൃത്യമായ ചോദ്യമുണ്ട്. ഈ മതേതരം ആവണമെങ്കിൽ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയും മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അത് പിന്നെ മതേതരം എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ ആണോ? ഇതൊക്കെ ഈ ചോദ്യമൊക്കെ ചർച്ച ചെയ്യപ്പെടും. അത് ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമില്ല. അത് ആ വിഷയത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നിരവധി വിഷയങ്ങളിൽ സതീശന് വെല്ലുവിളികളുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ കോർഡിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിൽ എങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജിൻഡോ ജോണിനെയൊക്കെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ സതീശൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്. വീണ്ടും കോൺഗ്രസിലെ 1-2 പേര് വിമർശനവുമായിട്ട് വന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അവരുടെ പിന്നെ സർനെയിമുകൾ, ജാതി പേരുകൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ജിൻഡോ ജോൺ പറയുന്നു ഞാൻ റോമൻ കാത്തലിക്കനാണ്. അതായത് സതീശനെ വിമർശിക്കുന്ന ഒരു അവസരം മുതലെടുത്ത് താൻ പിന്നോക്ക വിഭാഗമായ ലത്തീൻ അല്ല, മുന്നോക്ക സുറിയാനി ക്രിസ്ത്യാനി ആണ് എന്ന് വരുത്തി തീർക്കാനാണ് അല്ലേ യഥാർത്ഥത്തിൽ ജിൻഡോ ജോൺ അവിടെ ശ്രമിച്ചത് എന്ന് എനിക്ക് സംശയം തോന്നുന്നത്. അദ്ദേഹം സ്വന്തം ജാതി എന്തിനാ പറയുന്നത്? അപ്പോ ഇതിന്റെ ഈ ഒരു വിമർശനം ആസ്ഥാനത്തുള്ളതും അത് കൃത്യമായ ലക്ഷ്യത്തോടുള്ളതും അതിന് വേറെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതായത് സതീശന്റെ മന്ത്രിസഭയിൽ ഈ പിന്നോക്കക്കാരുടെ പ്രാതിനിധ്യം എന്ന ഒരു വിഷയം, അതിലേക്ക് കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിമർശനങ്ങൾ കൊണ്ടുവന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാരുടെ പേരുകൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ മന്ത്രിയായ പലർക്ക് നേരെയും വിരൽ ചൂണ്ടാനും ഉള്ള ആത്യന്തിക ഒരു അവസരമാണിത്. ഇത് മറ്റതിൽ കയറി ചവിട്ടി നിന്നുകൊണ്ട് അങ്ങോട്ട് പിന്നെ ആക്രമിക്കാനാണ്. എന്തായാലും ശരി, അത് അത്ര ഒരു സതുദ്ദേശത്തോടു കൂടിയല്ല. ഇപ്പം ആരോപണം ഉന്നയിച്ച ജിൻഡോ ജോൺ പറയുന്നത് താൻ ഒരു ഇടതുപക്ഷ കോൺഗ്രസ്സുകാരനാണെന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതാണ് കോൺഗ്രസിന് പറ്റിപ്പോയിരിക്കുന്നത്. കോൺഗ്രസിന് നയപരിപാടികൾ എന്തൊക്കെയാണ് നയപരിപാടികൾ? കോൺഗ്രസിന്റെ നയപരിപാടികൾ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ നയപരിപാടികൾ എന്താണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് എങ്ങനെയും അതിൽ കയറുന്ന ആളുടെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായമായി മാറുന്ന ഒരു സ്ഥിതി കോൺഗ്രസിനെ അപകടം ചെയ്യും.
കാരണം അവർ ഓരോരുത്തർക്കും കോൺഗ്രസ് എങ്ങനെയാവണമെന്നുള്ളതിന് ഓരോ സങ്കല്പവും. ആ സങ്കല്പവുമായിട്ട് അവർ കോൺഗ്രസിൽ ഇരുന്നാൽ കോൺഗ്രസ് എന്താണ് എന്ന് പറയാൻ ആരുണ്ട്? കോൺഗ്രസിന്റെ സങ്കല്പം ഇതാണെന്ന് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കെ പി സി സി സമ്മേളനവും പണ്ടൊക്കെ എ ഐ സി സി സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ പല പ്രമേയങ്ങൾ വരും. പിന്നെ സാമ്പത്തിക പ്രമേയം, സാമൂഹ്യ പ്രമേയം, രാഷ്ട്രീയ പ്രമേയം. ഈ പ്രമേയത്തിലെ പാസ്സാക്കിയിരിക്കുന്ന ആ സമ്മേളനത്തിൽ പാസ്സാക്കുന്ന ആ പ്രമേയമാണ് അടുത്ത സമ്മേളനം വരെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ പാർട്ടിയുടെ നയപരിപാടി. അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനമൊന്നും ഇന്ന് ഇല്ലാത്തത് കൊണ്ടും കോൺഗ്രസിന് എവിടാണ് നിൽക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും പിടിയില്ലാത്തതുകൊണ്ടും അപകടകരമായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ സതീശന് വെല്ലുവിളികളുണ്ട്. പക്ഷേ സതീശനെതിരെ നടത്തുന്ന ചില ആരോപണങ്ങൾ എങ്കിലും ഏകീകൃത സ്വഭാവമുള്ളതും അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുള്ളതുമാണ്. ഞാൻ ഗൂഢാലോചന എന്ന കടുത്ത വാക്ക് തൽക്കാലം ഉപയോഗിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഫിഷറീസ് തൊട്ടുള്ള വിഷയങ്ങൾ സതീശന് അത്ര എളുപ്പമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായിരിക്കും അദ്ദേഹം ഇതിനെ നേരിടാൻ മറുതന്ത്രം പ്രയോഗിക്കുന്നത് എന്നുള്ളത് ആയിരിക്കും കൗതുകം. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ നമുക്ക് സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.